ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും എൻഡിഎ സഖ്യം മികച്ച പ്രകടനത്തോടെ അധികാരം നിലനിർത്തും എന്ന് പ്രവചിച്ചപ്പോൾ തേജസ്വി രാഹുൽ കൂട്ടുകെട്ടിന് ആശ്വാസം നൽകുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ്. ഹിന്ദി ന്യൂസ് പോർട്ടലായ ജേണോ മിറർ നടത്തിയ എക്സിറ്റ് പോളിലാണ് ഇന്ത്യ സഖ്യം അധികാരം പിടിക്കും എന്ന പ്രവചനം. 130 മുതൽ 140 വരെ സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എൻഡിഎ സഖ്യം 100 മുതൽ 110 വരെ സീറ്റ് മാത്രമേ നേടൂ എന്ന് ഇവരുടെ എക്സിറ്റ് പോളിൽ പറയുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM 4 സീറ്റ് വരെ നേടുമെന്നും മറ്റുള്ളവർ പരമാവധി 3 സീറ്റ് നേടുമെന്നുമാണ് ഇവരുടെ പ്രവചനം. അതേസമയം ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഭരണം തുടരും എന്നാണ് മറ്റെല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. 130ലേറെ സീറ്റുകളാണ് എല്ലാ എക്സിറ്റ് പോളുകളും എൻഡിഎ സഖ്യത്തിന് പ്രവചിക്കുന്നത്. 122 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. ഇന്ത്യ സഖ്യം 100ലേറെ സീറ്റ് കടക്കും എന്ന് പ്രവചിക്കുന്നത് 4 എക്സിറ്റ് പോളുകൾ മാത്രമാണ്. ഏറെ അവകാശവാദവുമായി എത്തിയ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി വലിയ ചലനം ഉണ്ടാക്കില്ല എന്നും പ്രവചിക്കുന്നു. ചില എക്സിറ്റ് പോളുകൾ ജൻസുരാജിന് പരമാവധി 5 സീറ്റ് പ്രവചിക്കുമ്പോൾ മറ്റു ചിലത് 0 സീറ്റ് മാത്രമാണ് നൽകുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും അമ്പരപ്പിച്ച റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 68.76% പോളിംഗ്. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. നവംബർ 6 നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 65.08% പോളിംഗ്. 2 ഘട്ടവും കൂടെ ആകെ 66.91% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ചരിത്രം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എൻഡിഎ സഖ്യത്തിന് ഭരണ തുടർച്ചയാണ് പ്രവചിച്ചത്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും എൻഡിഎക്ക് 130ലേറെ സീറ്റുകൾ പ്രവചിച്ചപ്പോൾ ഇന്ത്യ സഖ്യം 100ൽ താഴെ ഒതുങ്ങി. 4 എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് 100ന് മുകളിൽ സീറ്റ് പ്രവചിച്ചത്. എൻഡിഎക്ക് പരമാവധി 167 സീറ്റുകൾ വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്. 122 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. രണ്ടാം ഘട്ടത്തിൽ കിഷൻഗഞ്ച് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 76.26% പേർ 5 മണിവരെ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി. കട്ടിഹാർ 75.23%, പൂർണിയ 73.79%, സുപോൾ 70.69% എന്നിങ്ങനെയാണ് പോളിംഗ്. 45,399 പോളിംഗ് സ്റ്റേഷനുകളിലായി 3.7 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6-ന് അവസാനിച്ചു. 243 അംഗ നിയമസഭയിലെ 121 മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നിരുന്നു. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും 14-നാണ്. ആദ്യഘട്ടത്തിലെ പോളിംഗിനെ മറികടന്ന് റെക്കോർഡ് സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടർമാരോട് അഭ്യർത്ഥന നടത്തിയിരുന്നു. നിതീഷ് കുമാർ സർക്കാരിലെ 12 മന്ത്രിമാർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ 125 സീറ്റ് നേടി നേരിയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ ഏറിയത്. എൻഡിഎയിൽ ജനതാദൾ യു, BJP, LGP, രാംവിലാസ്, ഹിന്ദുസ്ഥാനി അവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച കക്ഷികളാണുള്ളത്. RJD നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്, വികാസിൽ ഇൻസ്റ്റന്റ് പാർട്ടി, CPI ML, CPI, CPM കക്ഷികളുണ്ട്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ അനാരോഗ്യം വകവയ്ക്കാതെ 84 തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചു. ഇന്ത്യ സഖ്യത്തിന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ തേജസ്വി യാദവ് ദിവസവും 15ലേറെ റാലികളിലാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ.